അൽഹംദുലില്ലാഹ് അതിനൊക്കെ വിതരിച്ചുകൊണ്ട് അതിനൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് നമ്മുടെ നാട് അൽഹംദുലില്ലാഹ് വളരെ വളരെ സുന്ദരമായ രീതിയിൽ സൗഹാർദ്ദത്തിന്റെ ആ ഒരു തനിമയായ ശൈലി എന്ത് എന്ന് പഠിപ്പിച്ച് ഇന്നത്തെ ഒരു സ്വതന്ത്രത്തിന്റെ ആ ഒരു ധ്വജാരണ പരിപാടിയിൽ ഹൈന്ദവ സമുദായത്തിന്റെ ആൾക്കാർ ഇങ്ങോട്ട് വരികയും നമ്മൾ അങ്ങോട്ട് പോവുകയും ചെയ്ത ഒരു നാടുണ്ടെങ്കിൽ അത് നമ്മുടെ നാട് മാത്രമായിരിക്കും. ഇതിൽ അഭിമാനമാണ് നമുക്കുള്ളത്. കാരണം എൻ്റെ അറിവിൽ എൻ്റെ സർവീസിൽ 9 വർഷത്തോളം നമ്മൾ ഒരുപാട് സ്വതന്ത്രങ്ങൾ നടത്തിയിട്ടുണ്ട്, ഒരുപാട് ധ്വജാരണങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു മാതൃകയായ നാട്, ഇങ്ങനൊരു മാതൃകാപരമായ ഹൈന്ദവ സമുദായത്തിന്റെ ആൾക്കാർ നമ്മളിലേക്ക് വരികയും നമ്മൾ അവരിലേക്ക് പോവുകയും ചെയ്ത് ഇന്ത്യ എന്ന് പറയുന്ന മഹിതമായ രാജ്യത്തിന്റെ സ്വതന്ത്രം ഇങ്ങനെയാണ്, ഇതാണ് ഇന്ത്യ, ഇങ്ങനെയാണ് ഒത്തൊരുമയോടുകൂടി ജീവിക്കേണ്ടത് എന്ന പരിപൂർണമായ പരിശുദ്ധമായ സന്ദേശം ഉയർത്തി കാണിച്ച പവിത്രമായ ഫജ്ർ റഹ്മാനിയ ജുമാ മസ്ജിദിന്റെ ഈ പവിത്രമായ ജമാഅത്തിന്റെ എല്ലാ ആൾക്കാർക്കും ഈ പവിത്രമായ ഇന്ത്യ എന്ന് പറയുന്ന മഹിതമായ രാജ്യത്തിന്റെ ഇന്നത്തെ സ്വാതന്ത്ര്യത്തിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാരണം ഇതൊരു മാതൃകയാണ്. ഇത് മറ്റുള്ള ആൾക്കാർ കണ്ടുപഠിക്കണം, മറ്റുള്ള ആൾക്കാർ മനസ്സിലാക്കണം. അവരുടെ സമുദായത്തിന്റെ ആൾക്കാർ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ വിഷയങ്ങൾ അവർ അറിയും, നമ്മുടെ നടപടികൾ അവരറിയും. നമ്മുടെ ഇസ്ലാമിന്റെ ഹദീസുകൾ നമ്മൾ അവരിലേക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, ഒരു വാക്യങ്ങൾ അവരിലേക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, ഇങ്ങനെയുണ്ട് ദീനിൽ, ഇങ്ങനെയുണ്ട് ഇസ്ലാമിൽ, ഇസ്ലാമിന്റെ രീതിയിലാണ് അവർ പോകുന്നത് എന്ന് നമ്മളെ കണ്ടവർ മനസ്സിലാക്കും. അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ഏതൊരു പരിപാടി ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ക്ഷണിക്കണം, അവരുടെ പരിപാടിയിലേക്ക് നമ്മൾ പോകണം. അവരെ പരിപാടി അവർ ചെയ്തതുപോലെ ചെയ്യണമെന്നല്ല. പിന്നെ അവരുടെ ദീപാവലി വരുമ്പോൾ നമ്മൾ പട്ടാക്കി പഠിക്കുന്നത് നമുക്ക് യോജിച്ച പരിപാടിയല്ല. അവരുടെ മസറ കൊടുക്കുന്നുണ്ടാവുമ്പോൾ നമ്മളതുപോലെ ചെയ്യുക, അത് നമുക്ക് യോജിച്ച പരിപാടിയല്ല. ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ ഏതൊരു കൗമിനോട് സാദൃശ്യമായിട്ടുണ്ട് എങ്കിൽ ഫഹുവ മിൻഹു, നീ അവനിൽപ്പെട്ടവനാണ്. നമ്മളൊരു കൗമിനോട് സാദൃശ്യമാവുകയില്ല ചെയ്യേണ്ടത്. ആ ആൾക്കാരെ നമ്മളിലേക്ക് വരുത്തി അവരെ സ്വാഗതം ചെയ്ത് അവരെ നമ്മളൊന്നിച്ചിരുത്തി നമ്മുടെ വിഷയങ്ങള്, നമ്മുടെ ഇസ്ലാമിന്റെ ഷിആറുകള്, നമ്മുടെ കാര്യങ്ങൾ അവരിലേക്ക് പറഞ്ഞു കൊടുക്കുമ്പോ അവർക്കൊരു ബോധമുണ്ടാകും. ഇങ്ങനെയാണ് ഇസ്ലാം. നമ്മുടെ ഇസ്ലാമിനെ അവരൊക്കെ തെറ്റിദ്ധരിച്ചത് വർഗീയവാദത്തിന്റെ മതമാണ്. പിന്നെ ആ ഒരു ഇസ്ലാം എന്ന് പറയുന്ന ഈ ഒരു ചിന്ത, ഈ ഒരു തെറ്റായ ചിന്ത നമ്മൾ മാറ്റിക്കൊടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. നമ്മള് ഇത്ര ആക്കിയത് ഇതിനെക്കാട്ടും ഇനിയും നമ്മൾ ഉഷാറാകണോ? എല്ലാ കാര്യത്തിലേക്കും നമ്മുടെ ഹൈന്ദവ സമുദായത്തിന്റെ നമ്മുടെ നാട്ടിലുള്ള ഒരാൾക്കാരെ നമ്മൾ ക്ഷണിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടികൾ നടത്തണം. അത് നമ്മുടെ സൗഹാർദ്ദമാണ്, നമ്മുടെ സ്നേഹമാണ്, സ്നേഹബന്ധമാണ്. നമ്മൾ മുസ്ലിം ആകുന്നത് കേവലം 5 നേരം പള്ളിയിലേക്ക് വന്നതുകൊണ്ട് മാത്രമായില്ല, കൃത്യമായി നിസ്കരിച്ചത് കൊണ്ട് മാത്രമായില്ല. അല്ലാഹുവിന്റെ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരാൾ പരിപൂർണമായ മുഅ്മിനാകണമെങ്കിൽ, ഒരുപാട് ഒരു പരിശുദ്ധമായ ക്ലിയറായ മുഅ്മിനാവണമെങ്കിൽ, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന ബിലിസാനിഹി വയദിഹി വന്നാസി അജ്മഈൻ. അവിടെ ഹിന്ദുക്കളൊന്നുമില്ല, ക്രൈസ്തവന്മാരൊന്നുമില്ല, മറ്റുള്ള മതക്കാരൊന്നുമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നീ മുസ്ലിം ആവണമെങ്കിൽ, നീ യഥാർത്ഥമായ പരിപൂർണമായ മുസ്ലിം ആകണമെങ്കിൽ നീ എന്താകണോ? നിന്റെ കയ്യിൽ നിന്നും നിന്റെ നാവിൽ നിന്നും മറ്റുള്ള ആൾക്കാർ, ഹിന്ദുവാകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ മുസ്ലിം ആകട്ടെ, അവർ മുഴുവനും രക്ഷപ്പെടണം. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ ചിന്തകളെ കൊണ്ടോ മറ്റുള്ള സമുദായത്തിന്റെ ആൾക്കാർക്ക് ഒരു രീതിയിൽ വിഷമം ഉണ്ടാകരുത്. അങ്ങനെ വിഷമം ആകാത്ത ഒരു രീതിയിലാണ് നീ ജീവിക്കുക എങ്കിൽ അപ്പോഴാണ് നീ യഥാർത്ഥമായ മുസ്ലിം ആകുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദേശമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ടത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ഒരു സ്വതന്ത്രം ഇന്ന് നടത്തിയത് ഇത് വളരെ വളരെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായി, നിങ്ങൾക്ക് ഒരുപാട് അനുഭവം ഉണ്ടാകാം, നിങ്ങൾ ഒരുപാട് സ്വന്തത്തിൽ ഈ നാട്ടിൽ കൂടിയവരാണ്, ഹൈന്ദവ സമുദായത്തിന്റെ ആൾക്കാരെ ക്ഷണിച്ചവരാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇതൊരു സന്തോഷമായ ഒരു നിമിഷമാണ്, ഇതൊരു ആഹ്ലാദമായ നിമിഷമാണ്. ഇതാണ് സ്വതന്ത്രം. ഇപ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഹൈന്ദവ സമുദായം മറ്റുള്ള ആൾക്കാർ നമ്മളൊന്ന് ചുരുക്കുമ്പോ നമ്മുടെ നാട്ടിലേക്ക് ഏതൊരു പ്രയാസം ബുദ്ധിമുട്ട് വരുമ്പോൾ അവരും നമ്മുടെ കൂടെ സഹായത്തിനുണ്ടാകും. അങ്ങനത്തെ ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്തിക്കണോ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരെയും സൗഹാർദ്ദത്തോട് സ്നേഹത്തോട്
ഒരാൾക്കും ഒരു വിഷമമില്ലാതെ, ഒരാൾക്കും ഒരു ബേജാറില്ലാതെ അവർ രോഗിയായാൽ നമ്മുടെ വിഷയം അതാണ്. രോഗിയായാൽ രോഗിയെ സന്ദർശിക്കുക, അവർ രോഗിയായാൽ നമ്മളെ സന്ദർശിക്കണോ? നമ്മുടെ നാട്ടിലെ ഹൈന്ദവർ രോഗിയായാൽ നമ്മളെ പോയി കാണണവ, അവർ മരിച്ചാൽ അവര് ചെന്താൽ നമ്മൾ അവരെ ആ ഒരു ജനാസ അനുഭവിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ഒരു യഹൂദിയുടെ ശവം അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ ഇരുന്ന ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് ആ ഒരു ശവത്തിനെ ബഹുമാനിക്കുകയാണ്. സഹാബാക്കൾ ചോദിച്ചു, എന്തിനാ നബിയെ നിങ്ങൾ നിന്നത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അത് യഹൂദിയാണെങ്കിലും അതൊരു മനുഷ്യനല്ലേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനുഷ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽ വന്നവരാണ്. ഏതൊരു മതത്തിന്റെ ആൾക്കാരാകട്ടെ അവർ മനുഷ്യരാണ് എന്നുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണോ? അതുകൊണ്ട് നല്ല രീതിയിൽ സൗഹാർദ്ദത്തോടുകൂടി നമ്മുടെ നാട് മുന്നോട്ട് പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിനെക്കാട്ടും ഉഷാറായി, ഇതിനെക്കാട്ടും സന്തോഷമായി നമ്മുടെ നാട് വളർന്ന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന് ഞാൻ പോയപ്പോ എത്രയോ ഹിന്ദുവായ സഹോദരങ്ങൾ, അവർക്ക് മലയാളം അറിയുന്നില്ലെങ്കിൽ അവർ ആകുന്ന രീതിയിൽ മലയാളത്തിനോട് സംസാരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിന്റെ വിഷയം അവർ പറയുകയാണ്. ഇന്നലെ തുടങ്ങിയതല്ല. ഒരു ഹിന്ദുവായ നമ്മുടെ ഈ അമ്പലത്തിന്റെ ഒരാൾ പറഞ്ഞു, ഹിന്ദുവായ സഹോദരൻ പറഞ്ഞു, ഇന്നലെ തുടങ്ങിയതല്ല. നമ്മുടെ ഈ ഒരു ബന്ധം ഒരുപാട് കാലമായി. എല്ലാ സ്വതന്ത്രം നടത്തുമ്പോ നമ്മുടെ ഈ ആൾക്കാർ, നമ്മുടെ പള്ളിയുടെ ആൾക്കാർ, നമ്മുടെ നാട്ടിന്റെ മുസ്ലിമീങ്ങൾ വരും. എല്ലാ കാര്യത്തിന് അവർ വരികയും നമ്മളങ്ങോട്ട് പോവുകയും ചെയ്യും. ഇത് നല്ല ഒരു സൗഹാർദ്ദമാണ്. ഇതേ ഒരു സ്നേഹബന്ധം അവർ നമ്മളോട് നിലനിർത്തുമ്പോ നമ്മളും അവരോട് ആ ഒരു ബന്ധം നിലനിർത്തുക. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെയാണ് പഠിപ്പിച്ചത്. ഇതാണ് പരിശുദ്ധമായ ദീൻ, ഇതാണ് ഇസ്ലാം ദീൻ, ഇതാണ് സത്യമായ സൽപാന്താവ്. ഇങ്ങനെ ചെയ്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിത നടപടി കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബാക്കളെ പരിശുദ്ധമായ ദീനിന്റെ വേണ്ടി പ്രബോധത്തിന് നമ്മുടെ കേരളത്തിലെ ഈ ഒരു പരിശുദ്ധമായ കേരളത്തിലേക്ക് അയച്ചപ്പോ അവർ ഇസ്ലാമിന്റെ പ്രബോധനം ഒന്നും ചെയ്തതല്ല, വയത പ്രസംഗമൊന്നും പറഞ്ഞതല്ല. അന്നുണ്ടായ ഹൈന്ദവ സമുദായത്തിന്റെ ആൾക്കാർ അവരുടെ സ്വഭാവം കണ്ട്, അവരുടെ രീതി കണ്ട്, അവരുടെ പെരുമാറ്റം കണ്ട് അറിയാതവർ മുസ്ലിമായി പോയതാണ്. അപ്പൊ നമ്മളെ കൊണ്ട് ഒരാൾ മുസ്ലിമായാൽ, നമ്മളെ കൊണ്ട് ഒരാൾ ഹിദായത്തിലേക്ക് വന്നാൽ നമ്മളെ കൊണ്ടൊരു മനുഷ്യൻ ഹിദായത്തിന്റെ നേരായ വഴിയിലേക്ക് വന്നാൽ നമ്മുടെ സ്വഭാവം കണ്ട്, നമ്മുടെ പെരുമാറ്റം കണ്ട്, നമ്മുടെ നടപടി കണ്ട്, ഇസ്ലാമിന്റെ ശിഹാർ കണ്ട്, ഈ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഈ ഒരു മതത്തിലേക്ക് അവര് കടന്നു വന്നാൽ ഈ ദുനിയാവിലുള്ള മുഴുവൻ സമ്പാദ്യവും നിനക്ക് കിട്ടുന്നതിനെക്കാട്ടും ഏറ്റവും ഖൈറ് ഒരാൾ പരിശുദ്ധമായ ഹിദായത്തിലേക്ക് വരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കാൻ. ആ ഒരു രീതിയിൽ ആകോളം നമ്മുടെ ജീവിതം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബാല്യക്കാരായ ചെറുപ്പക്കാർ, നമ്മുടെ ചോരത്തിളപ്പിന്റെ ഈ ഒരു സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ എടുത്ത് ചാടാതെ, അവരോട് പ്രതികരിക്കാൻ നിൽക്കാതെ, വിഷയം എന്തെന്ന് മനസ്സിലാക്കി സൗഹാർദ്ദത്തോട് സമാധാനത്തോട് പോവുക. ഇതാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു സന്ദേശമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ എനിക്ക് പറയാൻ ഏറ്റവും വലിയ ആഗ്രഹമായ ഈ ഒരു സംഭവം, ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക, ഇത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുപോവുക. എല്ലാവരെയും ഒരേപോലെ കാണുക, എല്ലാവരെയും ഒരേ സ്നേഹത്തിൽ കാണുക, എല്ലാവരെയും ഒരേ കണ്ടുകൊണ്ട് കാണുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ അവകാശമാണ്, മനുഷ്യാവകാശത്തിൽ പെട്ടതാണ് എന്ന് വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വളരെ സന്തോഷമുണ്ട് നമ്മളെ പെരുമാറ്റം, വളരെ റാഹത്തുണ്ട് നമ്മളെ പെരുമാറ്റം. ഇതേ എല്ലാ സമയങ്ങളിലും എല്ലാ കാര്യത്തിലും ഇത് നിലനിർത്തുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ വിഷയം ഒരു ഹദീസ് ഇൻഷാ അല്ലാഹ് വെല്ല ചെല്ലാൻ കഴിയില്ല. കാരണം ഇന്നത്തെ ഒരു സന്ദർഭമായതുകൊണ്ട്, സന്തോഷമായതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇത്ര വിഷയം ചെല്ലാൻ ഉദ്ദേശിച്ചതുമല്ല, ചെല്ലാൻ കൊണ്ടുവന്നതുമല്ല, ഏതിട്ടുമില്ല. ഇത് ചെല്ലത് തേച്ചു എൻ്റെ മനസ്സിലൊരു റാഹത്തായതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ നാട്ടിൻ്റെ ഒരു ആ ഒരു ബന്ധം
മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ സമയം വരെ ഇത്ര വിഷയം പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ വിഷയം ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മുടെ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് ചെയ്യേണ്ട 6 കടമ 5 കടമ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൽ 2 നമ്മൾ പഠിച്ചു. 1 കണ്ടാൽ സലാം പറയുക, 2 രോഗിയെ സന്ദർശിക്കുക, 3-മതായി ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു വതശ്മീതിൽ ആതിഷ്, ആരെങ്കിലും തുമ്മിയാൽ അൽഹംദുലില്ലാ പറയുക. നമ്മൾ ഒരാൾ തുമ്പി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു വതശ്മീതു, അതിനു വേണ്ടി തശ്മീത് ചൊല്ലുക, യർഹമുക്കല്ലാഹ് എന്ന് ചൊല്ലുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനത് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ എന്തിനത് പഠിപ്പിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് അല്ലാഹു ചെയ്ത ഏറ്റവും വലിയ ഒരു ആരോഗ്യമായ ഒരു അവസ്ഥ, ഒരു ആരോഗ്യമാണ് നമ്മുടെ ശ്വാസം മേൽപോട്ട് കയറ്റി താഴോട്ട് ഇറക്കാനുള്ള സുന്ദരമായ രീതിയിലുള്ള ആരോഗ്യം അല്ലാഹു തന്നു. നിങ്ങൾ നോക്ക്, ശ്വാസമുട്ടുള്ള ആൾക്കാർ എത്രയോ വിഷമിച്ചുകൊണ്ടാണ് അവരുടെ ശ്വാസം താഴേക്കും മേലോട്ടും കൊണ്ടുപോകുന്നത്. പക്ഷേ ഒരു തുമ്പുന്ന ആ ഒരു സമയത്ത് എത്രമാത്രം അല്ലാഹു നമുക്ക് നിഅമത്ത് ചെയ്തു. നമ്മുടെ ആ ഒരു തുമ്പൽ കൊണ്ട് നമ്മുടെ ശ്വാസം മേൽപോട്ട് പോയി റാഹത്തോട് താഴേക്ക് വന്ന് ഒരു പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആ ശ്വാസം മേൽപോട്ട് പോയത് അതവിടെ അല്ലാഹു സ്റ്റക്കാക്കി കളഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട മുനികളെ നമ്മൾ വളരെ മനസ്സിലാക്കണോ, നമ്മൾ ഇങ്ങനെ മേലോട്ട് കൊണ്ടുപോയ ശ്വാസമെന്നാലും 1 മിനിറ്റ് സ്റ്റക്കായി പോയാൽ നമ്മുടെ അവസ്ഥ എന്താകും? അത് താഴോട്ട് ഇറക്കുമ്പോ അതിന് അല്ലാഹുവിനോട് ഒരു സ്തുതി പറയുക, അൽഹംദുലില്ലാ, എനിക്ക് അല്ലാഹു നല്ല ആരോഗ്യം തിരിച്ചു തന്നല്ലോ എന്ന് പറയുന്ന ആ ഒരു വാക്ക് നമ്മൾ പറയണമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഇന്നല്ലാഹ യുഹിബ്ബുൽ ആതിഷ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തുമ്പുന്നവനെ അല്ലാഹുവിനെ വല്ലാത്ത ഇഷ്ടമാണ്. അതുകൊണ്ട് മൂക്കിലേക്ക് പൊടിയിട്ടിട്ട് തുമ്പോണമെന്നല്ല, മൂക്കിന്റെ പൊടി വെച്ചിട്ട് തുമ്പണമെന്നല്ല, സാധാരണ രീതിയിൽ തുമ്പൽ വരുന്നത് അത് അല്ലാഹുവിന് ഇഷ്ടമാണ്. എന്തുകൊണ്ട് എന്നറിയോ? എന്തുകൊണ്ട് അല്ലാഹുവിന് അത് ഇഷ്ടമാകുന്നത്? അതേപോലെ വായ വിളക്കുന്നത് അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കണോ, വായ വിളക്കുമ്പോ വലിയതായാക്കി നമ്മൾ വിളക്കുന്നില്ല, മുതലിന്റെ വായ പോലെ, അത് പാടില്ല, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അങ്ങനെ ചെയ്യരുത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തിനു പറഞ്ഞെന്നറിയോ? ഫൈദാ അതശ അഹദുകും, ഒരാൾ തുമ്മിയാൽ, ഒരു മനുഷ്യന് തുമ്മുമ്പോ ഫഹമിദല്ലാഹു തആല, അല്ലാഹുവിന് ഇഷ്ടമാകാനുള്ള കാരണം അയാൾ തുമ്മിയാൽ അല്ലാഹുവിനെ അയാൾ സ്തുതിക്കും. അല്ലാഹുവിനെ സ്തുതിക്കും. കഅന്ന ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിമിൻ സമി അല്ലാഹു അൻ യഖൂല ലഹു യർഹമുക്കല്ലാഹ്. ഒരാൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരമായി കേട്ടയാൾ യർഹമുക്കല്ലാഹ് എന്ന് പറയൽ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ബാധ്യതയാണ്, കടമയാണ്, ഹഖാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഅമ്മാ തതദാഉബ, ഇനി കോട്ടവായ ഇടുക എന്ന് പറയുന്നത് ഫഇന്നമാ ഹുവ മിനശ് ശൈത്താൻ, അത് ശൈത്താനിൽ നിന്നതാണ്. അല്ലാഹുവിനെ ഏറ്റവും വെറുക്കാനുള്ള കാര്യം നമ്മൾ വായി വിളക്കുന്നത് അത് ശൈത്താനിന്റെ ഭാഗത്തിൽ നിന്നുള്ളതാണ്, അത് ശൈത്താനിൽ നിന്നുള്ളതാണ്. എന്നിട്ട് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫൈദാ തദാഹബ അഹദുകും, നിങ്ങൾ ആർക്കെങ്കിലും കോട്ടുവായ വരികയാണെങ്കിൽ, വായി വിളക്കുകയാണെങ്കിൽ ഫൽയർദുഹു മസ്തതാഅ, അതിനെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കാതില്ലെങ്കിൽ ഞാൻ വായി വളക്കുമ്പോൾ എന്തെങ്കിലും വായിക്ക് കൈകൊണ്ടിട്ട് അല്ലെങ്കിൽ എങ്ങനെ ആകുന്ന നമുക്ക് ആ വായി വളക്കുന്നത് ഇല്ലാതെയാക്കുന്ന ഒരു രീതി ഉണ്ടാക്കുക. നിങ്ങൾ കോട്ട് വായി ഇടുമ്പോ വായി വളക്കും
കൊടുക്കുമ്പോൾ ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഫളഹിക മിനശ് ശൈത്താൻ. നമ്മൾ ആ കൂട്ടുവായി ഇടുന്നത് ശൈത്താന് വല്ലാത്ത സന്തോഷമാണ്, അത് കണ്ട് ശൈത്താൻ ചിരിക്കുമെന്ന് ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ തുമ്മുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയണം. അത് കേട്ടയാൾ യർഹമുക്കല്ലാഹ് എന്ന് പറയണം. എന്തിനാണ്? അല്ലാഹുവിനെ സ്തുതിച്ചയാൾക്ക് ഒന്നും കൂടി നമ്മൾ അല്ലാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്നുള്ള ഒരു ദുആ കേട്ടയാൾ ചെയ്യണോ. എന്നിട്ടോ ഈ തുമ്മിയാൾ അയാൾക്കും വേണ്ടി ഒരു ദുആരക്കണോ. യഹ്ദീകുമുല്ലാഹു മുസ്ലിഹ ബാലക്കും, യഹ്ദീകുമുല്ലാഹു മുസ്ലിഹ ബാലക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ ഹിദായത്തിലാക്കട്ടെ, നിന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ എന്നുള്ള ഒരു ദുആ നമ്മൾ ചെയ്യണം. ഇതൊരു മുസ്ലിമായ മനുഷ്യന്റെ കടമയാണ്, മുസ്ലിമായ മനുഷ്യന്റെ ബാധ്യതയാണ്. ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ അദശ അഹദുകും ഫൽയഖുൽ അൽഹംദുലില്ലാഹ്. നിങ്ങൾ ആരെങ്കിലും തുമ്മിയാൽ അപ്പോൾ തന്നെ അൽഹംദുലില്ലാഹ് എന്ന് പറയണോ. ഫൽയഖുൽ ലഹു അഖൂഹു ഔ സാഹിബഹു, അത് സഹോദരനാകട്ടെ അല്ലെങ്കിൽ കൂട്ടുകാരനാകട്ടെ, ആര് കേട്ടാലും യർഹമുക്കല്ലാഹ്, അപ്പോൾ യർഹമുക്കല്ലാഹ് എന്ന് ചെയ്യണം. ഫൈദാ ഖല്ല യർഹമുക്കുമുല്ലാഹു, ആരെങ്കിലും യർഹമുക്കല്ലാഹ് എന്ന് ചൊല്ലിയാൽ അവന് വേണ്ടി യഹ്ദീകുമുല്ലാഹ് എന്നുള്ള ദുആ കൂടി ചെയ്യണോ എന്ന് ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇത് നമ്മുടെ മുസ്ലിമായ മനുഷ്യന്മാരുടെ ബാധ്യതയാണ്. ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ ആ ഒരു ശൈലി, ആ ഒരു രീതി തുമ്മുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വായിലേക്ക് കൈകൊത്തുമായിരുന്നു, അല്ലെങ്കിൽ വസ്ത്രം വെക്കുമായിരുന്നു. എന്തിന്? അത് ബുദ്ധിമുട്ടാകാതിരിക്കാൻ വേണ്ടി നമ്മളും അത് ശ്രദ്ധിക്കണം. തുമ്മുമ്പോൾ അങ്ങനെ നടക്കുന്നല്ല, അത് മറ്റുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടാകുന്നത് പോലെ. കാരണം ആ ഒരു തുമ്പൽ എന്ന് പറയുന്നത് ശാസ്ത്രലോകം പഠിപ്പിക്കുകയാണ്. നമ്മൾ തുമ്പലോടുകൂടി നമ്മുടെ ആ മൂക്കിൻ ദ്വാരത്തിലൂടെ ഒരുപാട് അണുക്കൾ പുറത്തേക്ക് വരും. നമ്മുടെ ശരീരത്തിനെ ക്ലിയർ ആക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആ ശരീരത്തിലുള്ള ഒരുപാട് അണുക്കളെ പുറത്തേക്കിട്ട് നമ്മുടെ ശരീരത്തെ ക്ലിയർ ചെയ്യുമ്പോൾ അത് മറ്റുള്ള ആൾക്കാരിലേക്ക് വൈറസായി പോകുന്ന ഒരു രീതി ഉണ്ടാകാൻ പാടില്ല. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതിന്റെ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുമ്മുമ്പോൾ കൈ വെക്കുകയും ആ തുമ്പലിന്റെ ശബ്ദം കുറച്ച് തുമ്പുന്ന രീതിയിൽ ആക്കുകയും ചെയ്യുമായിരുന്നു എന്ന് ഹദീസുകളിലൂടെ വളരെ വ്യക്തമായി പറയുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യന്റെ കടമ, ഒരു മനുഷ്യന്റെ ബാധ്യത, ഒരു മനുഷ്യന് ഇസ്ലാം പറയുന്ന ഹഖ്, അത് എന്തൊക്കെയുണ്ടോ അത് മുഴുവനും നമ്മൾ ക്ലിയറായി ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു പരിപൂർണമായ മുസ്ലിമാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഭാഗത്തിൽ ഹഖായ, സത്യമായ, സാൽമാന്താവായ, യഥാർത്ഥവാനായ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറയുന്ന അല്ലാഹുവിന്റെ നേരായ മാർഗ്ഗത്തിൽ ജീവിച്ച അല്ലാഹുവിന്റെ മുത്തഖീങ്ങളായ മുഅ്മിനായ മുസ്ലിമായി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം നൽകട്ടെ. ഇസ്ലാമിന്റെ ശിആറുകൾ എന്തൊക്കെയുണ്ടോ, ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്തൊക്കെയുണ്ടോ, പരിശുദ്ധ ദീൻ എന്തൊക്കെയാണോ നമ്മൾ പഠിപ്പിക്കുന്നത്, അത് മുഴുവനും ക്ലിയറായി, അത് മുഴുവനും കറക്റ്റായി നല്ല രീതിയിൽ ജീവിച്ച് സത്യ മുസ്ലിമായി, ഹഖുള്ള മുസ്ലിമായി, പരിശുദ്ധ മുസ്ലിമായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പറഞ്ഞ ഇൽമ്, കേട്ട ഇൽമ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ ഉസ്താദന്മാർ, നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ചെയ്യപ്പെട്ടവർ, സഹായിച്ചവർ, സ്നേഹിച്ചവർ, പ്രശാന്തെന്ന് പറഞ്ഞിരിക്കുന്ന ഉമ്മമാർ, പെങ്ങന്മാർ, ഞങ്ങളുടെ മക്കള്, അല്ലാഹുവേ നമ്മുടെ പള്ളിയുടെ ഖബർസ്ഥാനത്ത് മറപ്പെട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ എല്ലാവരുടെ ഖബറിലേക്ക് ഈ പവിത്രമായ ദിവസത്തിന്റെ പുണ്യത എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞ ഇൽമിന്റെ മിതവാമതി എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഖബറുകൾ സ്വർഗ്ഗത്തിന്റെ പൂന്തോപ്പമാക്കണേ അല്ലാഹ്. ആ ഖബറുകളിലേക്ക് ജാരിയായ സ്വാലിയായ അമാലായി ഞങ്ങളൊക്കെ വെള്ളിയാഴ്ച ചെയ്യുന്ന ഏറ്റവും വലിയൊരു സ്വതക്കയായി അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഖബറിനെ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദന്മാർ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ചെയ്യപ്പെട്ടവർ, സഹായിച്ചവർ, സ്നേഹിച്ചവർ, ഭക്ഷണം തന്നവർ, അതിരിക്കുന്ന ഉമ്മമാർ, പെങ്ങന്മാർ, ഞങ്ങളുടെ ഭാര്യമക്കൾ, സ്നേഹിതന്മാർ, കൂട്ടുകാർ, ചങ്ങായിമാർ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, ഈ നാട്ടിലെ മുഅ്മിനീങ്ങൾ, അല്ലാഹു ഞങ്ങൾക്ക് വേണ്ടി 3 നേരം ക്ലിയറായി കറക്റ്റായി നല്ല രീതിയിൽ സുരക്ഷിതമായ ഭക്ഷണം
ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ഉമ്മമാർ, പെങ്ങന്മാർ, അതിനു വേണ്ടി സഹായിക്കുന്ന ഉപ്പമാർ, എല്ലാവർക്കും നീ ആഫിയത്ത് നൽകണേ അല്ലാ. ആയുരാരോഗ്യം നൽകണേ അല്ലാ. സൗഖ്യം നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ രോഗമായി വീട്ടിൽ കിടക്കുന്നവരുണ്ട്. അല്ലാഹു അവർക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ. ആയുരാരോഗ്യം നൽകണേ അല്ലാ. സൗഖ്യം നൽകണേ അല്ലാ. ഒരുപാട് ഉമ്മമാരിലുണ്ട്, ഉമ്മാമമാരിലുണ്ട്, ഉപ്പമാരിലുണ്ട്, ഉപ്പാപ്പമാരിലുണ്ട്. ഒരുപാട് പെങ്ങന്മാരിലും പല ആൾക്കാരും വീട്ടിനകത്ത് രോഗികളായി കിടക്കുന്നവരുണ്ട്. അല്ലാഹുവേ, അവരുടെ രോഗം നീ കൊടുത്തതാണ് അല്ലാഹു. പരിശുദ്ധമായ ദിവസത്തിന്റെ പുണ്യം കൊണ്ട് ഞങ്ങൾ കേട്ട ഇൽമിന്റെ ബർക്കത്ത് കൊണ്ട് അവരുടെ രോഗം നീ ശിഫാ ചെയ്യണേ അല്ലാ. അവർക്ക് പരിപൂർണമായ ആഫിയത്ത് നൽകണേ അല്ലാ. ആയുരാരോഗ്യം നൽകണേ അല്ലാ. സൗഖ്യം നൽകണേ അല്ലാ. അല്ലാഹു, ഞങ്ങൾ ഈ പരിശുദ്ധമായ പള്ളിനകത്ത് ഈ പരിശുദ്ധമായ ഇൽമ കേൾക്കാൻ ഇരുന്ന ഉപ്പമാരിൽ പലരും ഷുഗറുള്ളവരുണ്ട്, പ്രഷറുള്ളവരുണ്ട്, തലവേദനയുള്ളവരുണ്ട്, മുട്ടുവേദനയുള്ളവരുണ്ട്. ഒരുപാട് രീതിയിൽ വിഷമിക്കുന്ന ഉപ്പമാറും ഉപ്പാപ്പമാറും ഞങ്ങൾ ഈ പരിശുദ്ധമായ ഇൽമിന്റെ മജ്‌ലിസിലുണ്ട്. റബ്ബേ, അവർക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ. ആയുരാരോഗ്യം നൽകണേ അല്ലാ. സൗഖ്യം നൽകണേ അല്ലാ. അല്ലാഹു, ഇവിടെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരും കടം കൊണ്ട് വിഷമിക്കുന്ന ഉപ്പമാരും പലരും പല രീതിയിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നവർ ഞങ്ങൾ ഈ മജ്‌ലിസിലുണ്ട്. അല്ലാഹുവേ, അവർക്ക് നീ എല്ലാ രീതിയിലുള്ള സന്തോഷം, റാഹത്തും എളുപ്പം കൊടുക്കണേ അല്ലാ. അവരുടെ കാര്യവും സന്തോഷത്തിലും റാഹത്തിലുമാക്കണേ അല്ലാ. എല്ലാവർക്കും നീ ആഫിയത്ത് നൽകണേ അല്ലാ. ആയുരാരോഗ്യം നൽകണേ അല്ലാ. ഈ മഹിതമായ പവിത്രമായ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു മുസ്ലിമിന്റെ ഹഖായ നമ്മുടെ ആദം നബി അലൈഹിസ്സലാം ഇറങ്ങി വന്ന നമ്മുടെ നബി കാടുകുത്തിയ ഈ മഹിതമായ രാജ്യത്തിൽ എന്തെന്നവ ഇതിന്റെ വേണ്ടി പോരാടാൻ, ഇതിന്റെ വേണ്ടി ഹൊക്കത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള തൗഫീഖ്, അതിനുള്ള ആഫിയത്ത്, അതിനുള്ള ആയുരാരോഗ്യം, അതിനുള്ള ആഫിയത്ത് റബ്ബേ ഞങ്ങൾക്ക് നീ പ്രദാനം നൽകണേ അല്ലാ. ഞങ്ങൾ ഈ മഹിതമായ രാജ്യത്തിനെ കളങ്കപ്പെടുത്താൻ, ഈ രാജ്യത്തിനെ ഇല്ലായ്മ ചെയ്യാൻ, ഈ രാജ്യത്തിന് ഫിത്ന ഫസാദുകൾ ഉണ്ടാക്കുന്നവരെ എതിർത്തവരെതിരെ നേരെ പോരാടാനും അതിനുള്ള ശക്തി ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. ഞങ്ങളുടെ ഈ മഹിതമായ രാജ്യത്ത് ജീവിച്ച് ഈ പവിത്രമായ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിലെ 6 മണ്ണിനകത്ത് നമ്മുടെ മുൻഗാമികൾ അവകാശം കേട്ടതുപോലെ ഈ രാജ്യത്തിൽ തന്നെ മരിച്ചു വീഴാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം നൽകണേ അല്ലാ. സൗഹാർദ്ദത്തിന്റെ രാജ്യമായ ഈ രാജ്യം എന്നെന്നും സൗഹാർദ്ദത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, വാത്സല്യത്തോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം നൽകണേ റബ്ബേ.